പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കീഴം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിന്റെ ധന്യനിമിഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകുന്ന അനുഗ്രഹത്തിനും കരുണയ്ക്കുമായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പെന്തിക്കോസ്ത് പെരുന്നാളിന് തൊട്ട് മുമ്പ് വരുന്ന ഞായറാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 35 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ അനുഗ്രഹീതമായ കർത്തൃദിനത്തിന്റെ ധ്യാനത്തിനും ചിന്തയ്ക്കും വേണ്ടി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. കർത്താവ് രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവന് വിശക്കുകയില്ല. വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയുമില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മാനുഷികമായ വിശപ്പും ദാഹവും അകറ്റുവാൻ എൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടുകൂടെ കടന്നു വരുവിൻ. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിശപ്പ് മാറിപ്പോകുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ദാഹവും നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എത്ര മനോഹരമായ ദൈവവചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിയുന്നു, എന്റെ പിതാവ് എനിക്ക് നൽകുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മീയമായ വിശപ്പ് മാറുക മാത്രമല്ല, അവന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും തള്ളപ്പെടുകയുമില്ല. കർത്താവിന്റെ ഉറച്ച വാഗ്ദത്തം നമുക്കിവിടെ ലഭിക്കുകയാണ്. കർത്താവ് രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിലൂടെ നാം നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ആത്മീകമായ ജീവൻ പ്രാപിക്കാനും പ്രാപിച്ച ജീവനെ നിലനിർത്താനുമുള്ള ഏക മാർഗം കർത്താവിങ്കലേക്ക് അടുത്തു വന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ജീവന്റെ അപ്പത്തിന് അവകാശികളായി തീരുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. 38-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടം നിർവഹിക്കുവാനല്ല വന്നത്, പിന്നെയോ സ്വർഗത്തിലെ എൻ്റെ പിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നിവർത്തിപ്പാനത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിനും ഇഹലോക ജീവിതത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും മാത്രമല്ല കർത്താവ് വന്നത്, മറിച്ച് സ്വർഗത്തിലെ പിതാവിന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുക എന്നുള്ളതാണ് കർത്താവിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം. 40-ാമത്തെ വചനത്തിൽ പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാണ് എൻ്റെ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം. അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ മരണബന്ധനങ്ങളിൽ അകപ്പെട്ടു പോവുകയില്ല,
ഉയർപ്പിന്റെ നവ്യാനുഭവങ്ങളിലേക്ക് അവൻ കടന്നു വരുമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. 44-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പറയുന്നു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. പക്ഷെ എന്റെ അടുക്കൽ വരണമെങ്കിൽ അവനെ സ്വർഗത്തിലെ പിതാവ് ആകർഷിച്ചിരിക്കണം. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ, സ്വർഗീയ പിതാവിനാൽ നിയോഗിക്കപ്പെടാതെ, വിളിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല എന്ന് കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. മാനുഷിക ജീവിതത്തിൽ ഞാനും നിങ്ങളും ആത്മീയമായി വിശപ്പും ദാഹവും ഏറെ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയമായ പൈദാഹങ്ങളെ അകറ്റാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും അടിയുറച്ച് അവനിൽ വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നത് ലോകത്തിന്റെ രക്ഷകനും പ്രകാശവും ലോകത്തിന്റെ നാഥനുമായിരിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ അടുത്തു വന്നു നിൽക്കുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ, ജീവിതത്തിന്റെ വൈപരീത്യങ്ങളിൽ മനസ്സ് ഉടക്കിപ്പോകാതെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നാണ് ആ സ്നേഹമസൃണമായ വാക്കുകൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാക്കി ഉത്തമമായ മൂല്യബോധത്തിൽ രൂപകൽപ്പന ചെയ്ത് കർത്താവ് രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നല്ല സാക്ഷി ജീവിതം നയിക്കുവാൻ മുഖാന്തിരമായി തീരണം. അതിന് നമ്മളുടെ ആത്മീയമായ ആഹാരം, കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത്, വിശുദ്ധ കുർബാന നമുക്ക് മുഖാന്തിരമായിട്ട് തീരട്ടെ. കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കാൻ, നമ്മുടെ ആത്മാവിന്റെ പോഷണമായി അവനെ സ്വീകരിക്കാൻ, കർത്താവിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങളിൽ ഭാഗഭാക്കുകളാകാൻ എനിക്കും നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.